ഏതൊരു SUV പ്രേമികളോടും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അന്ത്യമായി പറയുന്നൊരു വാക്ക് ഹമ്മർ എന്ന വേർഡാണ്. അവരുടെയൊക്കെ ഒരു ഡ്രീം വെഹിക്കിൾ ഹമ്മറാണ്. ശരിക്കും ഫാസ്ട്രാക്കിൽ എന്തുകൊണ്ട് ഹമ്മർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നില്ല എന്ന് പല പ്രേക്ഷകരും നമ്മളോട് കത്തിലൂടെയും മെയിലൂടെയും ചോദിച്ചിട്ടുണ്ട്. ആ പ്രേക്ഷകരുടെ അഭ്യർത്ഥനയും അനുസരിച്ചും അതുപോലെ തന്നെ ഫാസ്ട്രാക്കിൽ നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ഹമ്മറിന്റെ H3 എന്ന വെർഷനാണ്. ാണ് ഹാംവി എന്ന ഓമനപ്പേരുള്ള ഹമ്മർ ആദ്യമായി വിപണിയിലെത്തിയത്. ആ മാസം തന്നെ US ആർമി ഏകദേശം 30,000 മേൽ വാഹനങ്ങൾ വാങ്ങി. ഹമ്മർ H1 എന്ന മോഡലായിരുന്നു അത്. 90-ൽ നടന്ന പനാമ മിലിറ്ററി ആക്രമണത്തിലാണ് ഇത് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് H1-നേക്കാൾ അല്പം കൂടി വലിപ്പം കുറഞ്ഞ H2-ഉം അതിനുശേഷം കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞ യാത്രാ സൌകര്യം കൂടി നൽകുന്ന H3 മോഡലും നിരത്തുകളിലെത്തി. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ H3 വാഹനപ്രേമികളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിനോട് അടുക്കാൻ അല്പം ഭയം തോന്നാം. എന്നാൽ കണ്ണെടുക്കാൻ തോന്നുകയുമില്ല. അത്രയ്ക്ക് ഗാംഭീര്യമുള്ള മുഖഭാവമാണ്. ആദ്യ നോട്ടം ചെന്നെത്തുന്നത് 7 സ്പോക്കുള്ള സ്റ്റീൽ ഫിനിഷോടുകൂടിയ ഇതിന്റെ ഗ്രില്ലിലാണ്. അതിന്റെ ഇരുവശത്തുമായി ഗ്രില്ലിന്റെ വീതിക്ക് അനുപാതമായുള്ള ഹാലജൻ ബൾബോടുകൂടിയ ഹെഡ്ലൈറ്റുകൾ, അതിനിരുവശവും ടേൺ ഇൻഡിക്കേറ്ററുകളും. അതിനു താഴെയായി നമ്മുടെ SUV-കളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സാധാരണ വലിപ്പത്തിലുള്ള ഫോഗ് ലാമ്പുകൾ. ബോണറ്റിന് മുകളിലായി വീതിയേറിയ എയർ സ്കൂപ്പ്. ഇരുവശങ്ങളിലും സ്റ്റീലിൽ പൊതിഞ്ഞ സൈഡ് മിററുകൾ. കാർബൺ നിറത്താൽ ചുറ്റപ്പെട്ട വിൻസ്ക്രീനാണ് ഈ വാഹനത്തിന്. അത് ഇതിനൊരു ഭംഗി നൽകുന്നു. മുകളിൽ 2 ചെറിയ ലൈറ്റുകൾ. കൂടാതെ റൂഫ് ഓപ്പൺ ചെയ്യാനും സാധിക്കും. ഒപ്പം 2 റൂഫ് റെയിലുകളും ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നു. റൂഫ് റെയിൽ ഇല്ലാതെ ഇതിന്റെ ഉയരം 74.5 ഇഞ്ചാണ്. വീതി 85.5 ഇഞ്ചും. സ്റ്റെപ്പിനി ഇല്ലാതെ ഇതിന്റെ നീളം 186.7 ഇഞ്ചാണ്. 111.9 ഇഞ്ച് വീൽ ബേസും ഈ വാഹനത്തിനുണ്ട്. പൂർണ്ണമായും അണ്ടർബോർഡ് പ്രൊട്ടക്ഷനോടുകൂടിയാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. വശങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ നമ്മുടെ കണ്ണുകൾ ചെന്നെത്തുന്നത് വീൽ ആർച്ചുകളിലാണ്. വളരെ വലിപ്പമുള്ളതാണ് ഈ വീൽ ആർച്ചുകൾ. വലിയ ഡോറുകൾ, ചെറിയ വിൻഡോകൾ. ഇത്രയും വലിയ വാഹനത്തിന് ഇത്രയും ചെറിയ വിൻഡോകൾ ഒരു അഭംഗിയായിട്ട് നമുക്ക് തോന്നാം. പുറകുവശം ഒരു പെട്ടി പോലെ തോന്നും. പുറകിൽ വെച്ചിരിക്കുന്ന സ്റ്റെപ്പിനെയാണ് ഇതിന്റെ ഭംഗി കൂട്ടുന്നതും. വാഹനപ്രേമിയായ ഷബീറാണ് ഹമ്മറിനെ ദുബായിൽ നിന്നും കേരളത്തിലെത്തിച്ചത്. ഇത്രയും വിലപിടിപ്പുള്ള വാഹനം കേരളത്തിലെത്തിച്ചതിനെ കുറിച്ച് ഷബീർ: ദുബായിൽ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഞാൻ അവിടെ അന്വേഷിച്ചപ്പം ദുബായിൽ ഞങ്ങൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും കാർന എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബുണ്ട്. അതുവഴി എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പം അതുവഴി ഞാൻ ഇവിടെ ഈ ഹമ്മർ ഇതുപോലെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഇതാകുമ്പോഴേ നമുക്ക് ഇവിടെ കാർനെറ്റിൽ ഒരു തുക കെട്ടിവെക്കേണ്ടി വരും. അവർ നിശ്ചയിക്കുന്ന ഒരു വില. അത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി, അതായത് വണ്ടി അവിടെ തിരിച്ചു കൊണ്ടുപോകും. ഒരു ചുരുങ്ങിയ, അതായത് ഒരു 6 മാസം കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് അവിടെ തന്നെ തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ളതുണ്ട്. അപ്പൊ അതിനുവേണ്ടി അവിടെ പൈസ തുക കെട്ടിവെച്ചിട്ട്, അപ്പൊ അതിന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. H3 ക്രൈസിലോട് നോക്കുമ്പോൾ H3 ആ ഒരു ബോഡി ഷേപ്പും ആ ഒരു ഫാറ്റ് മസിൽ മാൻ ലുക്കും. സോ ഇറ്റ് ഈസ് എ പ്യൂർ, ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് എ ജെന്റിൽമാൻസ് കാർ, യങ്സ്റ്റേഴ്സിന്റെ കാർ. ഞാൻ ദുബായ് റോഡ്സിന് ഓടാൻ വേണ്ടിയിട്ടാണ് 22 ഇഞ്ച് വീൽസ് ഇട്ടത്. ഇതിൽ ഞാൻ ആക്സസറീസ് കയറ്റി, എക്സോസ്റ്റ് 22 ഇഞ്ച് വീൽസ്,
അപ്പം കേരളത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഹമ്മറിൽ വേറൊരു മാറ്റം വരുത്തില്ല.